ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പിലേയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങളെ ഞാനത് പരിചയപ്പെടുത്തരാം. ഈ കിടക്കണ മുതലാണ് നമ്മൾ എടുത്തേക്കണത്. അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തിന്റെ അടുത്തായി. ഒരു മാസമായില്ല, ഒരു മാസത്തിന്റെ അടുത്തായി. എന്താ പറയാ, അല്ലറ ഇല്ലറ അൽക്കുലത്തെ പരിപാടിയൊക്കെ ചെയ്ത് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ, ഇത്രയും 1,00,000 കിലോമീറ്ററിന് മേളിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളില്ലാണ്ട് ഒരാളും വണ്ടി വിൽക്കത്തൊന്നുമില്ലല്ലേ. അപ്പൊ പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ട് വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2008 വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ പുറംമൂടി കാണിച്ചു തരാം, പിന്നെ എഞ്ചിൻ കാണിച്ചു തരാം. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാസത്തെ എക്സ്പീരിയൻസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ കളറ് ഫുള്ള് മാറ്റും കേട്ടോ. സിവിക്കിന് ഇല്ലാത്തൊരു കളറായിരിക്കും അടിക്കണത്, അതുപോലെ അപ്പൊ അതായിരിക്കും ചെയ്യണത്. ഇപ്പൊ എന്തായാലും പൈസയുടെ ഓട്ടാണ്. കുറച്ചാൾ കഴിഞ്ഞിട്ട് പതിയെ ഇതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഏരിയ. ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്തുള്ള ആദ്യത്തെ ഒരു അപാകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു തട്ടാണ്. ഇത് നമ്മൾ മേടിച്ചപ്പോ ഉണ്ടായിരുന്നടാ. ഇത് മേടിച്ചപ്പോ ഇല്ലായിരുന്നു. മേടിച്ചതിന് ശേഷം ഇവന്മാര് പഠിച്ചതിന്റെ ഒരു തട്ടാണ് അവിടെ ആ കാണുന്നത്. ഇത് അവര് പോളിഷ് ചെയ്ത് വെളുപ്പിച്ച് വെച്ചേക്കണാണ്. അത് പതിയെ മങ്ങി വന്നുണ്ട്. വണ്ടി വിൽക്കാൻ നേരത്ത് നല്ല രീതിക്കൊക്കെ വിൽക്കണമല്ലേ, അതിനായിട്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ. ഫ്രണ്ട് ഏരിയയിൽ പറയത്തക്ക കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. ഇതെന്ത് പറ്റിയാന്ന് അറിയാൻ മേല. അത് അതിന്റെ പുട്ടി വർക്ക് ചെയ്തത് പുട്ടിയെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കളറ് കയറി പിടിച്ച പോലെ ക്യാമറക്കകത്ത് കാണാൻ പറ്റുമോന്ന് അറിയാൻ മേല. ഇവിടെ മോണ്ടിലെ കളർ കയറി പിടിച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു മറ്റേ വണ്ടി ഓടുന്ന കവർ മേടിച്ചിട്ടിട്ട് കളർ മൊത്തം വണ്ടിയിലെ കയറി പിടിക്കണത്. പിന്നെ ഇവിടെ ഒരു ചലക്കുണ്ട് കേട്ടോ. ഇത് മേടിച്ചപ്പോ തന്നെ ഉണ്ടായിരുന്നു, അത് അമ്മ അറിയുന്നില്ല. ഇത് പഴയ ആ ഗ്ലാസ് മങ്ങി തുടങ്ങുന്നുണ്ട്. ഇവിടെ അവർ നേരത്തെ പോളിഷ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു, അത് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കും പോളിഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സൈഡിലേക്ക് വരാൻ നേരത്ത് കൂടുതൽ പരിക്കൊന്നും ഇവിടെ എത്തിച്ചിട്ടില്ല. കൂടുതൽ പരിക്ക് കാര്യങ്ങളൊന്നും ഇവിടെ പറ്റിച്ചിട്ടില്ല. അത് ഡ്രൈവർ സൈഡ് ആയതുകൊണ്ടാണ് ഇവിടെ അധികം പരിക്കൊന്നും പറ്റാൻ ചേർത്തത്. ഇതിവിടെ ഇച്ചിരി ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞിരിപ്പുണ്ട്. പ്രൊട്ടക്ടർ ജസ്റ്റ് പൊളിഞ്ഞിരിപ്പുണ്ട്. സൈഡിലേക്ക് വരാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നേരെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഈ സിവിക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കണേക്കാളും കൂടുതൽ ബാക്കിൽ നിന്ന് നോക്കാനാണ് സിവിക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് ആണ്. ഷേപ്പിലുള്ള ഈ ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് ആണ് എല്ലാവർക്കും സിവിക്കിന്റെ ബാക്കിൽ നോക്കാൻ നേരത്തെ. ഒരു സ്പോയിലർ കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ പതിയെ വെക്കുള്ളൂ. ഇപ്പൊ നിലവിൽ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനില്ല. പതിയെ ഒന്ന് മോഡിഫൈ ചെയ്ത് വണ്ടി എടുക്കണമെന്നാണ് ആഗ്രഹം. ഇതാണ് പുറകിൽ നിന്നുള്ള സിവിക്കിന്റെ ബാഡ്ജ് 1.8 എന്നുള്ളൊരു ബാഡ്ജിങ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരാം. ഇവിടെയാണ് നമ്മുടെ കലാവിരുതുകൾ ഇതുമേ മൊത്തം ഇരിക്കുന്നത്. ഇവിടെ പെട്രോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം. ഇതാണ് ഇത് ജസ്റ്റ് അവന്മാർ ഓടിക്കാൻ പഠിച്ചതിന്റെ ഒരു ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം എന്തായാലും വണ്ടിയുടെ കളർ മാറ്റണം, അതുകൊണ്ട് ഫുള്ള് റീപെയിന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണം. ഇല്ലെങ്കിൽ അപ്പൊ തന്നെ പെയിന്റ് ചെയ്ത് പരിപാടിയൊക്കെ നടത്തി തന്നെ. കാർ കവർ മേടിച്ചിട്ട് അതിന്റെ കളർ ഇതിനൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ കളർ ഇവിടെയും വന്നിട്ടുണ്ട്, ഫുള്ള് വണ്ടിയിലുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റണം, മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. പിന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മിററാണ്. അവര് തന്നെ ഇവിടെ കൊണ്ട് തട്ടിച്ചിട്ട് ഇവിടെ സെല്ലോ ടേപ്പ് ചുറ്റി വെച്ചേക്കാണ്. ഇവിടെ പൊളിഞ്ഞു പോയിരിക്കാൻ വേണ്ടിട്ട് പശ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പശ ഇത് ഇവിടെ കൂടി ഒഴുകി നേരെ താഴത്തേക്ക് വന്നേക്കുന്നത്. ഇത് അവരുടെ കയ്യിൽ നിന്നുള്ള സെറ്റപ്പാണ്, അത് നമ്മുടെ കയ്യിൽ നിന്നല്ല. പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെ ആയിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് ഈ സംഭവമൊക്കെ കേട്ടാ. പെയിന്റ് ചെറിയതായിട്ടൊക്കെ പോയി തെളിഞ്ഞു വരുന്നുണ്ട്. ഫുള്ള് എന്തായാലും മാറി ഒന്ന് റീപെയിന്റ് ചെയ്ത് എടുക്കണം. റീപെയിന്റ് ഒക്കെ ചെയ്തെടുക്കാൻ നേരത്തെ അത്യാവശ്യം കോസ്റ്റ് ആകും. പക്ഷെ അത്യാവശ്യം കോസ്റ്റ് ആകുന്നത് മാത്രമല്ല, ആർക്കും നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ ആരെങ്കിലൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അന്നേരം ബാക്കി കാര്യങ്ങളൊക്കെ അന്നേരം നോക്കാം. അല്ല, ബോണറ്റ് തുറന്ന് കാണിച്ചില്ലല്ലേ, ജസ്റ്റ് ഒന്ന് ബോണറ്റ് തുറന്ന് കാണിച്ചേക്കാം. അവിടെ വെച്ചേ ഒന്ന് വായിക്കട്ടെ, തുറന്നാടാ. ഞാൻ തുറക്കാം. അത് ഒറ്റക്ക് പൊക്കാഴ്ചയിൽ പാടാൻ. തുറന്നപ്പോ തന്നെ ചൂടടിച്ചേട്ടാ. ഇതാണ് കാര്യമായിട്ട് ഒന്നും ഇതിനകത്ത് നമുക്ക് പറഞ്ഞു തരാനില്ല. ഇതാണ് ഇതിന്റെ എൻജിൻ. ചെറുതില്ല കേട്ടോ. നമ്മുടെ അടിയിലൊക്കെ നോക്കിയിട്ട് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിന്റെ ചെറിയൊരു ലീക്ക് ഉണ്ട്. അത് സ്റ്റിയറിംഗ് ബോക്സിന് അഴിച്ചിട്ട് നോക്കിയിട്ട് വേണം എന്താണ് ആ ലീക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് മൊത്തത്തിലൊന്ന് മാറണം കേട്ടോ. അതായത് സ്റ്റിയറിംഗ് ബോക്സ് മൊത്തത്തിൽ മാറി നോക്കണമെന്നല്ല,
അഴിച്ചതിന് ശേഷം എന്താണ് കംപ്ലൈന്റ് എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാറി നോക്കണം. ഇതിന്റെ ഇന്റീരിയർ വെള്ള കളറിലാണ്, ഇത് മൊത്തം ഇനി കറുത്ത കളറാവും ഞങ്ങൾ ഇരുന്നിരുന്നിരുന്ന്. ഇതാണ് ഇതിന്റെ ഉൾഭാഗം. ഇതാ മുക്കി വലിക്കുന്ന ആരുടെ ഇല്ല. ആ ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ കേട്ടാ. ഓക്കെ, നമ്മൾ മേടിച്ചപ്പോ ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. മേടിച്ചപ്പോ കുറച്ചുകൂടി ഒരു മെനയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇച്ചിരി നമ്മൾ കൊണ്ടു നടക്കണതിന്റെ പോരായ്മ കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാല്ലേ നമ്മുടെ സിബിക്. താക്കോലിട്ട് ഡിസ്പ്ലേ നോക്കട്ടെ. താക്കോലോണാക്കിട്ടുണ്ട്. പാട്ട് കേൾക്കുമ്പോ ഈ ഒരു നമ്മുടെ പെട്രോൾ ടാങ്കിന്റെ മീറ്റർ പോയിരിക്കട്ടെ. വേണ്ട നോക്കിയേ, ഫുള്ള് പെട്രോൾ ഉണ്ടെന്നൊക്കെ കാണിക്കും. വെറുതെ പണിമുടക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹീറ്റ് ആകണതിന്റെ സംഭവമൊക്കെ കറക്റ്റ് ആണ്. ബാക്കിയുള്ള സംഭവമൊക്കെ കറക്റ്റായിട്ടാ കാണിക്കണേ. വേറൊന്നും ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ ഗിയർ ലിവറൊക്കെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയായിരുന്നു. ഇതൊന്ന് മാറണം. പിന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം സിസ്റ്റം മേടിച്ച് വെക്കണം. ഇന്റീരിയറിൽ എന്തായാലും നമ്മൾ ഫുള്ള് മാറ്റും കേട്ടോ. ഇന്റീരിയർ ഇത് ഫുള്ള് മാറ്റിയിട്ട് ബ്ലാക്കിലേക്ക് ആക്കും. അവിടെ സൈഡും കാര്യങ്ങളൊക്കെ മൊത്തം മാറ്റും. കാരണം ഇത് നമ്മൾ ഇരുന്നിരുന്ന് വരാണ്ട് ഫുള്ള് അഴുക്കാകും കേട്ടോ. ഇവിടെ സ്റ്റോറേജ്, ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ അത് പൊളിഞ്ഞു വന്നു. ഇത് ചെയ്യണ്ട, ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഊരി എടുക്കാം. ഇത് അതേപോലെ വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഇവിടെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേസ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണം. ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള. ഇതൊക്കെ മാറ്റണം, ഇത് ഫുള്ള് മാറ്റണം. ഇവിടെ ഒരു ലെതറിന്റെ സ്റ്റിയറിംഗ് ഗ്രിപ്പ് മേടിച്ചിടണം. സ്റ്റിയറിംഗ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ബാക്ക് സൈഡ് അല്ല, നമ്മുടെ ബാക്കിൽ പാസഞ്ചർ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇത്ര ഉള്ളു. വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. അവിടെയൊക്കെ നീറ്റായിട്ട് കിടക്കുന്നത്, പാസഞ്ചറൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന് പോകണതാണ്. പിന്നെ നമുക്ക് ഹാം റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കോഫി വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് മേളിലൊരു ലൈറ്റ്, ഇവിടെ ലൈറ്റ്, പിന്നെ ഇവിടെയും ലൈറ്റ് ഉണ്ട്. പിന്നെ വേറൊന്നും ഇല്ല ഇതിനകത്ത്. സാധാരണ നോർമൽ ഒരു വണ്ടി പോലെ തന്നെ ഇവിടെയൊക്കെ ചെയ്യണ്ടേ. നമ്മുടെ ഗ്ലാസിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാം. മറ്റേതുപോലെ ഇവിടെ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ പുറത്തോട്ടിറങ്ങാം. പുറത്തോട്ടിറങ്ങാൻ പാട്. ഇവിടെ ആയിട്ട് നമ്മൾ പെട്രോളിന്റെ സംഭവം ഡിക്കി ഓപ്പൺ ചെയ്യണം. താഴത്തോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ ടാങ്ക് കുറയും. മേളിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിക്കി ഓപ്പൺ ആവും. ഇത്ര ഉള്ളു. ബാക്ക് സൈഡും കൂടി കാണിച്ചു തരാം. ഇതാണ് ബാക്ക് സൈഡ്. ഇങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഇതൊക്കെ മൊത്തം മാറ്റാനുള്ള കേട്ടോ. ഇത്ര ഉള്ളു ഇവന്റെ വിശേഷം കേട്ടോ. ഇത്ര ഉള്ളു കേട്ടാ ഇവന്റെ വിശേഷങ്ങൾ. വണ്ടി മേടിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളു. അപ്പൊ അത് ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റണം. നല്ലോണം ലോ ബഡ്ജറ്റിൽ നമുക്ക് കളർ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. പിന്നെ സെറാമിക് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയായിരിക്കും കേട്ടാണ്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ സെറാമിക് ചെയ്യാം, പോളിഷ് ചെയ്യാന്നുള്ള രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നല്ല, വഴിയുള്ള വീഡിയോയിൽ മൊത്തം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രൈസ് പറയാറുണ്ട്. നിങ്ങൾക്കും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ തരാം, അതിനകത്ത് വിളിച്ച് ബുക്ക് ചെയ്താൽ വീട്ടിൽ വന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളു. ബൈ ബൈ.